empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിഷില്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് പുതിയ നിയമത്തിലെ വളരെ ശ്രേഷ്ഠനായ ഒരു മിഷനറിയായ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പൗലോസ്ലീഹായുടെ മകന് തുല്യനായി ജീവിച്ച തിമോത്തിയോസിന്റെ വലിയമ്മയായ ലോവീസിനെയും അമ്മയായ എവോനിക്കയെയും കുറിച്ചായിരുന്നു. തങ്ങളുടെ നിർവ്യാജമായ വിശ്വാസം മകനായ തിമോത്തിയോസിലേക്ക് പകർന്നു നൽകുന്നതിൽ അവർ വളരെയധികം വിജയിച്ചുവെന്ന് പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നതായി നമ്മൾ കണ്ടു. തലമുറകളിലേക്ക് തങ്ങൾ അനുഭവിച്ച ആ രക്ഷയെ, തങ്ങൾ സ്വീകരിച്ച ഒരു വിശ്വാസത്തെ തങ്ങളുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആ വലിയമ്മയും അമ്മയും വളരെയധികം വിജയം പ്രാപിച്ചവരായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർത്തകനായ ദാവീദ് 145 സങ്കീർത്തനം അവിടെ 4 തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവർത്തികളെ പ്രകീർത്തിക്കും, അങ്ങയുടെ ശക്തമായ പ്രവർത്തികളെ പറ്റി പ്രഘോഷിക്കും. ദാവീദ് രാജാവ് ലോകത്തോട് പറയുകയാണ്, തന്റെ തലമുറകളോട് കർത്താവിന്റെ ശക്തമായ പ്രവർത്തികളെ പറ്റി താൻ പ്രഘോഷിക്കുമെന്ന്, തന്റെ തലമുറയെ കർത്താവിനായി താൻ നേടിയെടുക്കുമെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വിളിയാണിത്. തലമുറ തലമുറയോട്, നമ്മുടെ വരും തലമുറകളോട് കർത്താവിന്റെ പ്രവർത്തികളെ പറ്റി പ്രഘോഷിക്കുക എന്നത്. നമ്മൾ കണ്ടു, അബ്രാഹവും ഇസഹാക്കും യാക്കോബും എല്ലാം ഇതിൽ വളരെയധികം ഉറച്ചു നിന്നവരായിരുന്നു. അതുപോലെ മോശയുടെ അമ്മയായ യോക്കെബെദും സാമുവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്നായും സൂസന്നയുടെ മാതാപിതാക്കളും എല്ലാം ഈ ഒരു വചനം തങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചവരായിരുന്നു. ഈ ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ ഈ ഒരു ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ അനുഗ്രഹത്തിനായി നമുക്ക് ഏക മനസ്സോടെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ വാഗ്ദാനമായ ആ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം. നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹത്തെ വർഷിക്കണമേ. കർത്താവിന്റെ വചനം പാലിക്കുവാനുള്ള അനുഗ്രഹങ്ങളെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് പോകുവാനുള്ള അനുഗ്രഹത്തെ നൽകണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം നീട്ടണമേ. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. ആരാധന,
But for the showers we plead. Hallelujah, hallelujah. But for the ഈശോയെ, ഞങ്ങൾ അങ്ങയെ showers we ആരാധിക്കുന്നു. plead. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കർത്താവിന്റെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അമ്മേ മാതാവേ, ഞങ്ങൾ ചേർന്ന് അമ്മയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ ആഗ്രഹത്തിനൊത്ത വിധം തന്റെ ജീവിതത്തെ ക്രമീകരിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു മാതൃകയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ക്രമീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയിൽ ആനന്ദിച്ച് ജീവിക്കുന്നതായി മാറുവാൻ ആ ഒരു കൃപ ലഭിക്കുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ ബൈബിളിൽ നിന്നും വിശിഷ്ടരായ കർത്താവിനോട് ചേർന്ന് തങ്ങളുടെ ജീവിതം പൂർത്തീകരിച്ച സ്ത്രീകളെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. ഇന്നു മുതൽ നമ്മൾ പഠനം ആരംഭിക്കുന്നത് പഴയ നിയമ പുസ്തകത്തിലെ ഒരു ശ്രേഷ്ഠ വനിതയെ കുറിച്ചാണ്. നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങളിൽ 3 പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവ് സ്ത്രീകളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. റൂത്ത്, യൂദിത്ത്, എസ്തേർ. ഇതിൽ എസ്തേറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. വലിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ പൂർത്തീകരിച്ച ഒരു വ്യക്തിയായിരുന്നു എസ്തേർ. ബാബിലോൺ പ്രവാസ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് ജെറുസലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ പെട്ട ഒരു കുടുംബമായിരുന്നു എസ്തേറിൻ്റെത്. എസ്തേറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് തിരുവചന ഭാഗത്ത് നിന്ന് തന്നെ ശ്രദ്ധിക്കാം. എസ്തേറിന്റെ പുസ്തകം അവിടെ 2-ാം അധ്യായം 5-ാം തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തലസ്ഥാനമായ സൂസായിൽ മോർദെഖായി എന്ന ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. മോർദെഖായി എന്നൊരു യഹൂദൻ ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്ന ഈ മോർദെഖായി ആണ് എസ്തേറിന്റെ വളർത്തു പിതാവായി വരുന്നത്. തുടർന്ന് 7-ാം വാക്യത്തിലാണ് തിരുവചനം എസ്തേറിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. 7-ാം വാക്യത്തിന്റെ ആരംഭം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ മോർദെഖായി തന്റെ പിതൃ സഹോദരന്റെ മകളായ ഹദാസായെ എസ്തേറിനെ വളർത്തിയിരുന്നു. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാകുന്നേ? എസ്തേർ എന്ന് നമ്മൾ പറയുന്ന എസ്തേർ, അവളുടെ യഥാർത്ഥ നാമം, യഹൂദ നാമം ഹദാസ എന്നായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് അവൾ പ്രവാസിയായി വന്നതിന് ശേഷം അവളുടെ പേര് മാറ്റപ്പെടുകയാണ് എസ്തേർ എന്ന നാമത്തിലേക്ക്. ഹദാസ എന്ന ആ ഒരു കുഞ്ഞു യുവതിയെ വളർത്തിക്കൊണ്ടുവന്നത് അവളുടെ പിതൃ സഹോദരനായ മോർദെഖായി ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണമെന്ന് അടുത്ത വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. അപ്പനും അമ്മയും ഇല്ലാതെ തന്റെ ബാല്യകാലം ജീവിച്ചു വളർന്നവളായിരുന്നു എസ്തേർ, ഹദാസ. അവൾ ജെറുസലേമിൽ ആയിരുന്നപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ എന്തായിരുന്നു അവസ്ഥ എന്ന്. എന്നാൽ ഇവിടെ പേർഷ്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് അവളുടെ അപ്പനെയും അമ്മയെയും നഷ്ടപ്പെടുകയാണ്. ആ ഒരു പ്രവാസ കാലത്താണ് ആ ദുരിതം സംഭവിച്ചത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്തായിരുന്നാലും മോർദെഖായി, അവളുടെ അപ്പന്റെ സഹോദരനായ മോർദെഖായി ആണ് അവളെ വളർത്തിക്കൊണ്ടുവന്നത്. ആ കുഞ്ഞ് എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആ ബാല്യകാലം, അവളുടെ ആ യൗവനകാലം എന്ന് പറയുന്നത് വളരെയേറെ വിഷമതകൾ ഉള്ള ഒരു സമയമായിരുന്നു. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയും ഇല്ലാതെ വളർന്നു വരിക എന്ന് പറയുന്നത്, അതും സ്വന്തം ദേശമല്ല, അവൾ പരിചരിച്ചിരുന്ന ആ ഒരു അനുഷ്ഠാനങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നും ഉള്ള ഒരു ദേശമല്ല പേർഷ്യ എന്ന് പറയുന്നത്. തികച്ചും വ്യത്യസ്തമായ ആ ഒരു കൾച്ചറിൽ അപ്പന്റെയും അമ്മയുടെയും സാന്നിധ്യമില്ലാതെ എസ്തേർ വളർന്നു വരികയായിരുന്നു. വളരെയേറെ വിഷമതകൾ നിറഞ്ഞ ആ ഒരു സമയത്ത്
അവൾ ജീവിച്ചു വരുന്നതിനിടെ മൊർദെഖായിയുടെ സ്നേഹവും പരിലാളനയും ഒക്കെ അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചു വരുന്നതിനിടയിൽ മൊർദെഖായിയെയും അവൾക്ക് നഷ്ടപ്പെടുകയാണ്. എന്താണ് കാരണം? പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജ്ഞി വാഷ്തി രാജ്ഞി സ്ഥാനഭ്രഷ്ടയാവുകയാണ്. മറ്റു പല കാരണങ്ങളാൽ അവളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. തുടർന്ന് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കയറ്റേണ്ടതായിട്ടുണ്ട്. അതിനായി രാജാവ് എന്താ ചെയ്തേ? ആ ദേശത്തെ എല്ലാ സുന്ദരികളായ യുവതികളെയും തന്റെ അരമനയിലേക്ക്, തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാ ചെയ്യുന്നേ. അതിൽ നിന്ന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളെ രാജ്ഞിയായി തെരഞ്ഞെടുക്കുന്നു. അതിനായി കൂട്ടിച്ചേർക്കപ്പെട്ട ആ യുവതികളുടെ സമൂഹത്തിൽ ഹദാസയും പെടുകയായിരുന്നു. ഹദാസയും മൊർദെഖായിയുടെ ഭവനത്തിൽ നിന്നും വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് പറിച്ചു നടുകയാ ചെയ്യുന്നേ. നമുക്ക് 2-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. മൊർദെഖായിയുടെ പിതൃവ്യനായ അബിഹായിലിന്റെ മകളും മൊർദെഖായിയുടെ പിതൃവ്യനായ അബിഹായിലിന്റെ മകളും അവൻ മകളായി ദത്തെടുത്തവളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിന്റെ ഷണ്ഡനുമായ ഹേഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും അവൾ ആവശ്യപ്പെട്ടില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ സ്ത്രീകളെ വീതം രാജാവ് പരിശോധിക്കുകയാണ്. അങ്ങനെ എസ്തേറിന്റെ ആ ഒരു തവണ വരികയാണ്. തവണ വന്നപ്പോൾ അവൾ വേറെ വേഷഭൂഷാദികളിൽ ഒന്നും ആശ്രയിക്കുന്നില്ല. ഹേഗായി പറഞ്ഞതല്ലാതെ മറ്റൊന്നും എസ്തേർ ആവശ്യപ്പെടുന്നില്ല, അവൾ ചെയ്യുന്നുമില്ല. തുടർന്ന് തിരുവചനം പറയുകയാണ്, കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത്രയേറെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന അവളുടെ സ്വഭാവം എങ്ങനെയായിരുന്നുവെന്ന് പരിശുദ്ധ വചനം കൃത്യമായ ഒരു അറിവ് നമുക്ക് നൽകുകയാണ്. തിരുവചനം പറയുകയാണ്, കാണുന്നവരുടെ എല്ലാം പ്രീതി അവൾ നേടിയിരുന്നു. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു. അവന്റെ മുൻപിൽ സകല കന്യകമാരെയും കാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ എസ്തേറിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അനാഥയായ, സാമ്പത്തികമായി അധികമൊന്നുമില്ലാത്ത, അവിടെ പ്രവാസിയായി കഴിയുന്ന, യാതൊരു സാധ്യതകളും സാഹചര്യങ്ങളും ഇല്ലാത്ത എസ്തേറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജാവിന്റെ മുൻപിൽ എത്തിയപ്പോൾ പേർഷ്യയിലെ മറ്റെല്ലാ സാധ്യതകളുമുള്ള, എല്ലാ സമ്പത്തിനും അധികാരങ്ങൾക്കും കഴിവുള്ള എല്ലാവരെക്കാളും അധികമായി ഇവളാണ് പ്രീതി നേടിയത്. എസ്തേറിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത്. തുടർന്ന് തിരുവചനം പറയുകയാണ്, തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഴ്ത്തിക്ക് പകരം രാജ്ഞിയാക്കി. എന്റെ പ്രിയ സഹോദരങ്ങളെ, അനാഥയായ, വളരെ ദുർബലയായ, വളരെ വിഷമമേറിയ കഷ്ടതകളിലൂടെ കടന്നു വന്ന, സമ്പത്തില്ലാത്ത ദരിദ്രയായ എസ്തേർ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി അവിടെ കിരീടം അണിയിക്കപ്പെടുകയാണ്. ഇവിടെയാണ് കർത്താവിന്റെ കരം നമുക്ക് വെളിപ്പെടുന്നത്. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ, ദുഃഖങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷേ അതിലെല്ലാം കർത്താവിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. കർത്താവ് തന്റെ ഉദ്ദേശപൂർത്തിയിലേക്ക് വേണ്ടുന്നതായതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, അവിടെ 1-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ ഈ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. തിരുവചനം പറയുകയാണ്,
സഹോദരരെ, സഹോദരരെ, നിങ്ങൾക്കു ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തിരുവചനത്തിന്റെ ഇല്ലസ്ട്രേഷൻ അല്ലേ എസ്തേറിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്? ലോകദൃഷ്ടിയിൽ ശക്തരായവരും സമ്പന്നരായവരും ബുദ്ധിയുള്ളവരും ഒക്കെ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്താ പറയുന്നേ? കർത്താവ് വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ, ശക്തരായവരെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായതിനെ കർത്താവ് തെരഞ്ഞെടുത്ത് ഉയർത്തുകയാ ചെയ്യുന്നത്. ഇത് എസ്തേറിന്റെ ജീവിതത്തിൽ ഈ ഒരു വചനം പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ വിജ്ഞാനമുള്ളവരൊന്നും ആകണമെന്നില്ല നമ്മൾ. പക്ഷേ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാകുവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാ തിരുവചനം പറയുന്നേ. നമ്മൾ ഈ ഒരു ശുശ്രൂഷയെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കിയേ. പ്രിസ്കില്ല എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ 50ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുവാനായി 50 എപ്പിസോഡുകൾ നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ കർത്താവ് ശക്തിപ്പെടുത്തുകയായിരുന്നു. തീർത്തും അശക്തയായ, ജ്ഞാനമൊന്നുമില്ലാത്ത ഈ ഒരു ഉപകരണത്തെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. ഈ ഒരു വചനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അക്ഷരീകമായി എന്റെ ജീവിതത്തിൽ നിറവേറിയ ഒരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം സന്തോഷ് ബ്രദറിനെ, എന്റെ ജീവിത പങ്കാളി. അദ്ദേഹം ലോകദൃഷ്ടിയിൽ സംബന്ധിച്ചിടത്തോളം വളരെ ജ്ഞാനമുള്ള, ഡിഗ്രികൾ കൊയ്തെടുത്ത ആളൊന്നുമല്ല. പക്ഷേ കർത്താവിന്റെ മുൻപിൽ അദ്ദേഹം യോഗ്യനായിരുന്നു. ന്യൂസുമായി ബന്ധപ്പെട്ട യാതൊന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. TV ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി ന്യൂസ് പേപ്പർ വായിക്കുകയോ ന്യൂസുകൾ ശ്രവിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല അദ്ദേഹം. പക്ഷേ കർത്താവിന്റെ ആ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ന്യൂസ് ചാനൽ നടത്തിക്കൊണ്ടു പോകുവാൻ കർത്താവ് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ലോകദൃഷ്ടിയിൽ ശക്തമല്ലാത്തതിനെ, ജ്ഞാനം കുറഞ്ഞതിനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയാണ്. ഷെക്കേന ന്യൂസിലെ ശുശ്രൂഷകർ ഓരോരുത്തർക്കും പറയുവാനുള്ള സാക്ഷ്യവും ഇത് തന്നെയാണ്. ലോകത്തിന്റെ മുൻപിൽ പൊട്ടന്മാരെന്നും ബോധമില്ലാത്തവരെന്നും ഒക്കെ വിളി കേട്ടിട്ടുള്ളവരാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരും. എന്നാൽ കർത്താവ് തന്റെ ശുശ്രൂഷയിൽ അവരെ എല്ലാം ശക്തമായി എടുത്ത് ഉപയോഗിക്കുകയാണ്. തന്റെ ഉപകരണങ്ങളായി കർത്താവ് മാറ്റുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ നോട്ടത്തിൽ ആ ഒരു വലിയ ഡിഗ്രികളും വലിയ പത്രാസും സമ്പത്തും അതിനൊന്നുമല്ല വിലയുള്ളത്. ലോകം കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത്. ലോകത്തിലുള്ളവരുടെ ആ ഒരു മനോഭാവമല്ല കർത്താവിന്റെ മനോഭാവം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, പ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ കർത്താവിന് എത്രയോ നിസ്സാരമാണ്. കർത്താവിന് എത്ര ബലഹീനരാണെങ്കിലും എത്ര വിവരമില്ലാത്തവരാണെങ്കിലും നമ്മളെ എടുത്ത് ശക്തമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ചുറ്റും തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പരിശുദ്ധ ബൈബിളിൽ തന്നെ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ എസ്തേർ, നിസ്സാരയായ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്ന എസ്തേറിനെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി കർത്താവ് ഉയർത്തുകയാണ്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിനെ. ഇതുപോലെ തന്നെ തന്റെ ദേശത്ത് നിന്നും തന്റെ ഭവനത്തിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് പറിച്ചു നട്ടപ്പെട്ടവനായിരുന്നു ദാനിയേൽ. എന്നാൽ അവിടെ അവന് ഒന്നും പരിചിതമായിരുന്നില്ല, ഒന്നും തന്നെ അവൻ അറിയത്തുമില്ലായിരുന്നു. എന്നാൽ അവിടുത്തെ എല്ലാ ജ്ഞാനികളുടെയും മീതെ അവരുടെയൊക്കെ ലീഡറായി കർത്താവ് ദാനിയേലിനെ ഉയർത്തുകയായിരുന്നു. രാജാവിന്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവായി കർത്താവ് ദാനിയേലിനെ ഉയർത്തുന്നതാ നമ്മൾ കാണുന്നത്. അതുപോലെ മോശയെ നമ്മൾ കാണുന്നുണ്ട്. അടിമകളായിരുന്ന യൊക്കെബെദിന്റെയും അമ്രാമിന്റെയും മകൻ, വിക്കനായിരുന്ന മോശ എത്രമാത്രം ലക്ഷക്കണക്കിന് യഹൂദരെ അവരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായി കർത്താവ് എടുത്ത് ഉപയോഗിച്ച് ശക്തനായ ഒരു ഉപകരണമായിരുന്നു മോശ. ദാവീദ്
വളരെ നിസ്സാരനായ ആട്ടിടയൻ, ഏറ്റവും തഴയപ്പെട്ടവൻ, തന്റെ സഹോദരങ്ങളെക്കാളൊക്കെ ദുർബലൻ. എന്നാൽ കർത്താവ് അവനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവായി എടുത്ത് ഉപയോഗിക്കുകയാണ്. വളരെ ശക്തനായ, കഴിവുള്ള, വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവായി ആ ഇടയ ബാലൻ മാറുകയാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നേ. നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ആരായിരുന്നു? നിസ്സാരരിൽ നിസ്സാരരായ, ഏറ്റവും പാവപ്പെട്ടവരായ, ബലഹീനരായ മനുഷ്യരായിരുന്നു കർത്താവിന്റെ കൂടെ നടക്കാൻ ശിഷ്യന്മാരായി. നമ്മുടെ സർവാധിപനായ, സർവശക്തനായ ലോക സൃഷ്ടാവിന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവര് സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ലോകത്തിന്റെ മുൻപിൽ അവർക്ക് ഒന്നും തന്നെ അവകാശപ്പെടാൻ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് എസ്തേറിന്റെ ജീവിതത്തിലും നമ്മൾ കണ്ടത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങൾ കൊയ്തെടുത്തതുകൊണ്ടും ഒത്തിരിയേറെ സ്ഥാനങ്ങൾ കയറിയതുകൊണ്ടും കർത്താവിന്റെ മുൻപിൽ സ്വീകാര്യരാകണമെന്നില്ല. കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന് ഇതൊന്നും ആവശ്യവുമില്ല. നാം ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥയിൽ കർത്താവിന് നമ്മൾ എടുത്തുയർത്തുവാനായി സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പൗലോസ്ലീഹായുടെ ലേഖനം, കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചതാണ്. ലൗകിക മാനദണ്ഡം അനുസരിച്ച് വിജ്ഞാനികളെയും ശക്തരെയും ഒന്നുമല്ല കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ലൗകിക മാനദണ്ഡങ്ങൾ കർത്താവിന്റെ മുൻപിൽ യാതൊരു വിലയും ഇല്ലാത്ത കാര്യമാണ്. കർത്താവിന്റെ മുൻപിൽ വിലയുള്ളവരായി നമ്മളെ തന്നെ നമുക്ക് മാറ്റാം. ലോകത്തിന്റെ മുൻപിൽ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിന്റെ മുൻപിൽ നമുക്ക് വിലയുണ്ടോ എങ്കിൽ കർത്താവിന് നമ്മളെ എടുത്തുപയോഗിക്കുവാനായി സാധിക്കും. ഇതാണ് എസ്തേറിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. ലോകം നോക്കുമ്പോൾ ഒന്നുമില്ലാത്തവൾ, നിസ്സാരയായ ഒരു സാധാരണ പെൺകുട്ടി, ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന, അപ്പനും അമ്മയും ഇല്ലാത്ത പ്രവാസിയായിരിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി, അവളെയാണ് കർത്താവ് പെർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി എടുത്തുയർത്തുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ കർത്താവിന് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു ജീവിതത്തിലാണോ നമ്മൾ എല്ലാവരും? എസ്തേർ തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന് അവളെ എടുത്തുപയോഗിക്കാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിന് എടുത്തുപയോഗിക്കാൻ പാകത്തിന് നമുക്ക് ക്രമീകരിക്കാം. ശക്തമായ ഉപകരണങ്ങളാക്കി, കർത്താവിന് മാറ്റാൻ പറ്റുന്ന ജീവിതങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപ നമുക്ക് ചോദിച്ച് മേടിക്കാം. കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ മുൻപിൽ കർത്താവിനെ ആരാധിക്കാൻ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. കർത്താവെ, അങ്ങ് എസ്തേറിനെ എടുത്തുപയോഗിച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കർത്താവെ അങ്ങ് ഉയർത്തണമേ. അങ്ങേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാക്കി ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് നോക്കാതെ, ലൗകിക മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾക്ക് തന്നെ മാർക്കിടാതെ കർത്താവിന് വിലയുള്ളവരായി മാറുവാൻ, ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ ഈശോ. ഈശോ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ ഈശോ. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഈശോയെ, നന്ദി പറയുന്നു കർത്താവേ. ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, നന്ദി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ കണ്ടൂതരുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ കണ്ടൂതരുണ്ട് കാവലായി. ഈശോയെ, നന്ദി. ഉള്ളം കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരത്തിൽ
കഴിയുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഈശോയെ നന്ദി, ഈശോയെ നന്ദി പറയുകയാണ്. ഞങ്ങൾ അനുദിനം വഴി നടത്തുന്ന, ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുകയാണ്. അമ്മ ഓമനിക്കുന്നത് പോലെ, അപ്പൻ താലോലിക്കുന്ന പോലെ ഞങ്ങളെ കരുതുന്ന കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അടുത്ത ആഴ്ച എസ്തേറിന്റെ ജീവിതത്തിലൂടെ തന്നെ കർത്താവ് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി നമുക്ക് ഒരുമിച്ച് വരാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയുടെ പിന്നിലും ഷെക്കന ന്യൂസിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടിത്തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ രാജ്യവിസ്തൃതിക്കായി മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.